ഹായ്. നമ്മളില്ലേ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞാലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു എഫേർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ആ എഫേർട്ട് ഇടുന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും അവരെന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ച് വിടുന്നതും ഓക്കെ അവരെ നമ്മുടെ കൂടെ എപ്പോഴും വേണം എന്നുള്ളതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നതും നമുക്ക് അവർ വേണം, ലൈഫിൽ കൂടെ വേണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ചില ആളുകൾ നമ്മളെ മനസ്സിലാക്കണം എന്നില്ല. ഓക്കെ, നീ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയത്ത് പോലുമില്ല. ഈ ചെയ്യുന്ന ആൾ ചെയ്തുകൊണ്ടേയിരിക്കും, എഫേർട്ട് ഇടാതെ സുഖിച്ച് ജീവിക്കുന്ന ആൾ അങ്ങോട്ട് സുഖിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരു സൈക്കിൾ പോലെ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ ആ ഒരു ലൈഫിലൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരാൾ മാത്രം ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റൊരാൾ നൈസിൽ യൂസ് ചെയ്ത് ജീവിക്കുന്നു, അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനിപ്പോൾ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്തേ, അങ്ങനത്തെ ഭയങ്കര റോങ് ആയിട്ടുള്ള കുറേ സംസാരങ്ങൾ വരും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. വീണ്ടും പോട്ടേന്ന് പറഞ്ഞ് ക്ഷമിച്ച് എഫേർട്ട് ഇട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് വീണ്ടും പുറകെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിട്ടു എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും അങ്ങനത്തെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി, അപ്പം ഞാൻ എടുത്തിട്ടു. മേ ബി ഞാൻ കണ്ടിട്ടുള്ളവരിലും അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവരിലും ആരുടെയെങ്കിലുമൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റായിട്ട് ഇടാറുള്ളൂ. എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ചില ആൾക്കാർ ഭയങ്കര വാല്യൂ കൊടുക്കും മനുഷ്യന്മാർക്ക്, പക്ഷെ അത് തിരിച്ച് കിട്ടില്ല. എന്നാൽ ഓക്കെ, നമുക്ക് വിലയില്ലാത്തടത്ത് നമ്മൾ നിൽക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ബാക്കടിച്ച് സ്വന്തം കാര്യം നോക്കി പോകാൻ അവർക്കൊട്ട് അറിയത്തുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വേദനിച്ചിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ മാറും. വീണ്ടും വേറൊരു വ്യക്തി വരുന്ന സമയത്ത് ഓക്കെ, പഴയ ആളെ പോലെ ആയിരിക്കില്ല ഇയാൾ, നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യും, വീണ്ടും പഴയപടിയാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക. അപ്പോൾ ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.